രുദ്രദേവ്. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂർണ്ണ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അപ്പോഴേ ഞാൻ പറഞ്ഞ രാവിലെ എങ്ങാനും പുറപ്പെടാന്ന്. നിന്റെ ഒറ്റയാളുടെ പണിയാണ്. ഇപ്പൊ പെരുവയിലായില്ലേ, കൂടാതെ ഒടുക്കത്തെ മഴയും. ഇനി എപ്പോഴാ തറവാടിൽ എത്തിച്ചേരുക? സൂരജ് തന്റെ മുഖം വീർപ്പിച്ചുകൊണ്ട് രുദ്രനോട് ചോദിച്ചു. രുദ്രൻ പക്ഷെ അത് കേൾക്കാത്ത ഭാവത്തിൽ കാറിലെ സീറ്റൊന്ന് ചാരിയിട്ട് അതിൽ സുഖമായി കിടന്നുറങ്ങുകയാണ്. കാലൻ അപ്പോഴേ പറഞ്ഞു രാവിലെ ഇറങ്ങാൻ മതിയെന്ന്. കേൾക്കണ്ടേ? വിളിച്ചിട്ടാണ് ഞാൻ മെക്കാനിക്ക് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഓരോന്ന് പിറുവിറുത്തുകൊണ്ട് സൂരജ് വീണ്ടും വീണ്ടും ആ മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയമാണ് അവിടെ നേരെ ഓപ്പോസിറ്റായി രണ്ട് വണ്ടികളും നിർത്തിയത്. അതിന്റെ വെളിച്ച രുദ്രന്റെ മുഖത്തേക്ക് തട്ടിയപ്പോൾ അവൻ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. ഏത് മക്കളാ കണ്ണിലേക്ക് വെളിച്ചടിക്കുന്നത്? ലൈറ്റ് ഓഫ് ആക്കടാ! രുദ്രന്റെ അലർച്ചയിൽ സൂരജിന് തന്റെ ചെവി അടിച്ചു പോയതുപോലെയാണ് തോന്നിയത്. പിന്നീട് സൂരജ് മുന്നോട്ട് നോക്കിയത് കണ്ടു. വടിവാളുമായി മഴയത്ത് നിൽക്കുന്ന ഏകദേശം 10 ഗുണ്ടകളെന്ന് തോന്നിക്കുന്നവരെ. എടാ രുദ്ര, പണിയാണല്ലോ വരുന്നത്, സൂരജ് രുദ്രനോടായി പറഞ്ഞു. കണ്ണുകൾ അടച്ചു തുറന്ന് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് പുച്ഛിച്ചുകൊണ്ട് രുദ്രൻ സൂരജിനോടായി പറഞ്ഞു. അവരല്പനേരമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നു. ഏതുവരെ പോകുമെന്നറിയാൻ വേണ്ടിയാ ഞാനും കാത്തു നിന്ന്. വണ്ടി കള്ളു വെച്ച് വീഴ്ത്തിയോ മനസ്സിലായി കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന്. സത്യം? സൂരജ് രുദ്രനെ നോക്കിയിട്ട് ചോദിച്ചു. ഞാനേ അവർക്ക് പോയി കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ട് വരാം. നീ വരുന്നുണ്ട് എൻ്റെ കൂടെ? അതെന്ത് ചോദ്യടാ, എത്ര കാലായി കൈയൊക്കെ നനക്കിയിട്ട്. എന്നാലും ഞാനും വരാം. പാവങ്ങളെ നല്ല രീതിയിൽ തന്നെ സൽക്കരിച്ചേക്കാം. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ സൂരജിനെയും രുദ്രനെയും മാറി മാറി നോക്കിയ ഗുണ്ടകൾ അവസാനം അവരുടെ ദൃഷ്ടി ചെന്നിന്ന് രുദ്രന്റെ മേൽ തന്നെയായിരുന്നു. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ തന്നെ ആ ഗുണ്ടകൾ രുദ്രൻ നേർക്ക് വാളുമായി ഓടിയെടുത്തു. പിന്നീട് അവിടെ ഒരു വലിയ സംഘടനം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ വടിവാളെടുത്ത് രുദ്രൻ തന്റെ മുമ്പിലായി വരുന്ന ഓരോരുത്തരെയും വെട്ടി വീഴ്ത്തി. ഈ സമയം സൂരജിന് കഴിയുന്ന രീതിയിൽ അവനെ എല്ലാവരെയും എതിർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കാലുകൾക്ക് തളർച്ച ബാധിക്കുന്ന പോലെ. ഇനിയും ഓടിയാൽ താൻ ചിലപ്പോൾ മരിച്ചുപോയെന്ന് വരെ മിത്രയ്ക്ക് തോന്നി. തന്റെ മുമ്പിലായി കാണുന്ന 2 വഴികളിലേക്ക് അവൾ പകച്ചുകൊണ്ട് നോക്കി നിന്നു. ഇടതുഭാഗത്തേക്ക് പോവാൻ അവളുടെ മനസ്സ് അവളോട് തന്നെ പറയുന്ന പോലെ തോന്നിയ മിത്ര പുറകിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇടതുവശം കാണുന്ന റോഡിലേക്ക് തിരിഞ്ഞോടി. ഈ സമയം തന്നെ രാകേഷിന്റെ ഗുണ്ടകളും ആ 2 റോഡിന്റെ ഭാഗത്തായി എത്തിയിരുന്നു. രാകേഷ് അവരോട് അലറിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വലതുവശത്തേക്ക് പോവാം, നിങ്ങൾ ഇടതുവശത്തേക്ക് പോക്കോ. അവളെ കൈ കിട്ടി എന്നെ വിളിക്കണം. അപ്പൊ തന്നെ മനസ്സിലായല്ലോ നിൽക്ക്. അവർക്കൊരു വാണിംഗ് നൽകിക്കൊണ്ട് രാകേഷ് അവന്റെ കാറും കൊണ്ട് വലതുഭാഗത്തേക്ക് പോയപ്പോൾ വാസുവും കൂട്ടരി ഇടതുവശത്തേക്ക് അവരുടെ ജീപ്പും തിരിച്ചിരുന്നു. പിന്തിരിഞ്ഞു നോക്കി നോക്കി ഓടിയ മിത്ര മുന്നിലുള്ള കല്ല് കണ്ടില്ല. മുഖമടിച്ച് അവൾ ചെളിവെള്ളത്തിലേക്ക് വീണുപോയി. അവിടെ നിന്ന് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് ഓടിയതും കണ്ടു. തൻ്റെ മുമ്പിലായി പിന്തിരിഞ്ഞ് നിൽക്കുന്ന 2 പുരുഷന്മാരെ. പുറകിലായി വാസുവിൻ്റെ കാറിൻ്റെ വെളിച്ചം കണ്ടതും അവൾ ഓട്ടത്തിൻ്റെ സ്പീഡ് കൂട്ടി. മുന്നിൽ നിൽക്കുന്നവൻ്റെ അടുത്തേക്ക് വാടിത്തളർന്നുകൊണ്ട് അവൾ അവൻ്റെ പുറത്തേക്ക് കൈകൾ വെച്ച് ചാഞ്ഞു വീണു. ഈ സമയം രുദ്രൻ തന്നെ ആരോ പുറകിൽ നിന്ന് ആക്രമിക്കാമെന്നാണെന്ന് കരുതി ദേഷ്യത്താൽ വലിഞ്ഞു മുറിയ മുഖത്തോടെ തൻ്റെ വലത് കൈയിലെ വടിവാൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് മിത്രയുടെ കയ്യിൽ പിടിച്ച് മുമ്പിലേക്ക് വലിച്ചതും വാടിയ ചേമ്പിൻ തണ്ട് പോലെ അവൾ രുദ്രന്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീണു. രക്ഷിക്കണം, അത്രമാത്രം പറഞ്ഞ് അവന്റെ ചോര വാർന്നൊലിക്കുന്ന മുഖം നോക്കിക്കൊണ്ട് തന്നെ അവൾ ബോധം പറഞ്ഞ് വീണുപോയി. പക്ഷേ അവൾ കുഴഞ്ഞു വീഴുന്നതിന് മുന്നേ തന്നെ അവന്റെ ബലിഷ്ഠമായ കൈകൾ അവളെ താങ്ങിയിരുന്നു. ചെളിയിൽ കുതിർന്നതിനാൽ മിത്രയുടെ മുഖം വ്യക്തമല്ലെങ്കിലും എന്തുകൊണ്ടോ ആ ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയിലും അവളെ തന്നിലേക്ക് ചേർത്ത് വെച്ചിരുന്നു രുദ്രദേവ്. തൻ്റെ കയ്യിലായി തളർന്നു കിടക്കുന്നവളെ ഒരു നിമിഷം നോക്കി നിന്നുപോയി രുദ്രൻ. മുഖവും മുടിയും എല്ലാം ചളിയിൽ കുതിർന്നുകൊണ്ട് തന്നെ തൻ്റെ കൈക്കുള്ളിലായി ബോധം മറിഞ്ഞ് കിടക്കുന്നവളുടെ മുഖം സൂരജിന് രുദ്രനും വ്യക്തമായി മനസ്സിലായില്ല. ഈ സമയം പുറകിലായി ഒരു വണ്ടി വന്ന് നിൽക്കുന്ന പോലെ തോന്നി ഇരുവരും പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു കാറിൽ നിന്നിറങ്ങുന്ന വാസുവിനെയും ടീമിനെയും. ചുറ്റും ഇരുട്ടായതിനാൽ തന്നെ അല്പം അകലെയായി ഇരുട്ടിൽ ചത്തുമലച്ച് കിടക്കുന്ന ഗുണ്ടകളെയൊന്നും വാസുവും ടീമും കണ്ടില്ല. വാസുവിന്റെ ശ്രദ്ധ മുഴുവൻ രുദ്രന്റെ കൈകളിലായി ബോധം മറിഞ്ഞു കിടക്കുന്ന മിത്രയിലായിരുന്നു. നിന്റെ കയ്യിലുള്ള ആ പെൺകൊച്ചിനെ ഞങ്ങൾക്ക് തന്നിട്ടാ വേഗം ജീവനും കൊണ്ട് അങ്ങ് ഓടിക്കോ. ഇവളെ ഞങ്ങളുടെ സാറിന് വളരെ വേണ്ടപ്പെട്ടവളാ. ഇവളെയും കൊണ്ടല്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. വാസു തൻ്റെ കൈകളുടെ ചെറിയ പേനാക്കത്തിയെടുത്ത് അവൻ്റെ മീശയൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. വാസുവിന്റെ സംസാരം കേട്ട സൂരജ് കണ്ണു തള്ളിക്കൊണ്ട് വാസുവിനെ തന്നെ നോക്കി നിന്നുപോയി. എൻ്റെ ഭഗവാനെ, കാറിൻ്റെ അടുത്തേക്ക് പോകാൻ ഓരോരുത്തന്മാർ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണല്ലോ ഇവൻ്റെ അടുത്തേക്ക് വരുന്നത്. സൂരജ് അറിയാതെ മനസ്സിൽ പറഞ്ഞുപോയി. വാസു അത്രയൊക്കെ പറഞ്ഞിട്ടും 2 പേരും തന്നെ നോക്കി യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന കണ്ടതും വാസുവിനാകെ വിറഞ്ഞു കയറി.
എന്തോന്നാളെ ചെറ്റുകളെ നോക്കിക്കുന്നത്? നിലം പരിശാക്കടാ ഈ രണ്ടെണ്ണത്തിനെ. ഇവന്മാർക്കൊന്നും ഈ വാസുവിനെ ശരിക്കും അറിയില്ല. വാസുവിന്റെ ആജ്ഞ കിട്ടിയതും പുറകിൽ നിൽക്കുന്ന 4 ഗുണ്ടകൾ രുദ്രന്റെയും സൂരജിന്റെ അടുക്കിലേക്ക് പാഞ്ഞു ചെയ്യും. ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വാസുവിന് മനസ്സിലായില്ല. താൻ നേരത്തെ പറഞ്ഞു വിട്ട ആ 4 ഗുണ്ടകളും റോഡിൽ ചത്തുമലച്ച് കിടക്കുന്നതാണ് അയാൾ കാണുന്നത്. തൊട്ടു മുമ്പേ അവിടെ നടന്ന സംഭവം ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് ആലോചിച്ചു വാസു ഒന്ന് വിറച്ചുപോയി. 4 പേര് രുദ്രന്റെ അടുക്കളയിലേക്ക് പാഞ്ഞു വന്നു. തന്റെ ഷർട്ടിന്റെ പിറകിലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വടിവാളെടുത്ത് 4 പേരുടെ ശരീരത്തിൽ കൂടെ രുദ്രൻ കുത്തിയിറക്കിയതും ഒരു നിമിഷ നേരം കൊണ്ടായിരുന്നു. ഭയം കൊണ്ട് വാസുവിന്റെ കയ്യിലുണ്ടായിരുന്ന പേനാകത്തി നിലത്തേക്ക് വീണുപോയി. കുത്തിയൊലിക്കുന്ന മഴയിൽ പോലും വാസു വിയർത്തുപോയി എന്ന് വേണമെങ്കിൽ പറയാം. വാസുവിനെ നോയിക്കൊണ്ട് തന്നെ രുദ്രൻ മിത്രയും എടുത്ത് തന്റെ തോളിലായി ചേർത്ത് കിടത്തി. ഒരു നിമിഷം രുദ്രന്റെ അലർച്ചയും വാസു കിടുകിടാന്ന് വിറച്ചുകൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. കാത് തുറന്നു കേട്ടോ, ഇവൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ നിമിഷം മുതൽ ഇവളുടെ ഉത്തരവാദിത്വം എന്റെ കയ്യിലാ. ഇവളെ വേണമെന്ന് പറഞ്ഞ് നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചന്മാരോട് പറഞ്ഞേക്ക്. തന്തക്ക് പറഞ്ഞവരാണെങ്കിൽ രുദ്രദേവന്റെ കയ്യിൽ നിന്നും ഈ പെൺകൊച്ചിനെ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ നേടിയെടുക്കാം. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയ മുഖത്തോടെ വാസുവിനെ നോക്കി രുദ്രൻ അങ്ങനെ പറഞ്ഞത്. വാസു അറിയാതെ തന്നെ തലയാട്ടിക്കൊണ്ട് വേഗം വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു. തിരിച്ചു എന്നാൽ രാകേഷിനോട് എന്ത് പറയണമെന്ന് അപ്പോൾ വാസു ചിന്തിച്ചിട്ട് കൂടെ ഇല്ലായിരുന്നു. കാരണം രക്തത്തിൽ പുരണ്ട രുദ്രദേവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും വാസു ഒരു നിമിഷം ഭയന്നുപോയി. തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടായിരുന്നു മിത്രയ്ക്ക്. അവൾ തന്റെ കണ്ണുകൾ വലിച്ചു തുറക്കാനൊരു ശ്രമം നടത്തി നോക്കി. ശരീരമെല്ലാം കുത്തി തുളയ്ക്കുന്ന വേദന. ഒരു നിമിഷം രാകേഷിന്റെ മുഖവും അതുപോലെ രക്തത്താൽ മുഖം മുഴുവൻ അഭിഷേകം ചെയ്ത് നിൽക്കുന്ന ആ തീ പാറുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്നവന്റെ മുഖവും മിത്രയുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു. കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ഒരു ഞെട്ടലോടെ മിത്ര കണ്ണു തുറന്നു. അവൾക്ക് സ്ഥലകാലബോധം വരാൻ അല്പനേരം വേണ്ടി വന്നു. ഒരു നിമിഷം മിത്രയ്ക്ക് താൻ എവിടെയാണെന്നുള്ളത് മനസ്സിലായില്ല. ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി അതൊരു മുറിയാണ്. പെട്ടെന്നാണ് തന്റെ മുമ്പിലെ സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തിരുന്ന ഒരു യുവാവിനെ അവൾ കണ്ടത്. അവൾ നോക്കുമ്പോൾ അയാളും അവൾ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഭയത്തോടെയുള്ള മിത്രയുടെ നോട്ടം കണ്ടതും സൂരജ് പതി അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, താൻ സേഫാ. എൻ്റെ പേര് സൂരജ്. താൻ ഇന്നലെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് തന്നോട് എന്തെങ്കിലും ചോദിക്കാമെന്ന് കരുതിയാൽ താൻ അപ്പോഴേക്കും ബോധം പറഞ്ഞ് വീണു. പിന്നെ ഇതാ ഇത്രയും നേരത്തെ കാത്തിരിപ്പായിരുന്നു. അതിനുള്ളിൽ തനിക്ക് നല്ലോണം പനിച്ചു. ഡോക്ടർ വന്നൊരു ഇഞ്ചക്ഷനൊക്കെ നൽകി. സത്യത്തിൽ താൻ ഞങ്ങളൊന്ന് ഭയപ്പെടുത്തി കേട്ടോ. പുഞ്ചിരിച്ചുകൊണ്ടുള്ള സൂരജിന്റെ സംസാരം കേട്ടതും അത്രയും നേരം ഭയന്ന് പറിച്ചിരുന്ന അവളുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം വരുന്നു. പിന്നീട് മിത്ര സൂരജിനെ നോക്കി പുഞ്ചിരിക്കുന്ന സൂരജ് പുഞ്ചിരിച്ച മുഖത്തോട് തന്നെ നോക്കിയിരുന്നു. ഏതായാലും എഴുന്നേറ്റ് സ്ഥിതിക്കുതോ ആ കാണുന്ന വാഷ്റൂം. താൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ആ കവറിൽ തനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സുണ്ട്. മിത്രയ്ക്ക് സൂരജിനോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. എന്നാലും ഇന്നലത്തെ മുഷിഞ്ഞ വസ്ത്രം തന്നെയാണ് തൻ്റെ ശരീരത്തിലുള്ളതെന്ന് കണ്ടത്. അവൾ വേഗം ടേബിളിന്റെ മുകളിൽ വെച്ചിരുന്ന ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയതും മിത്രക്കൽപ്പ ആശ്വാസം തോന്നി. പുറത്തേക്ക് വന്ന് അവൾ കാണുന്ന ടേബിളിന്മേൽ അവൾക്കായി സൂരജ് ഒരുക്കി വെച്ചിരിക്കുന്ന ചായയും മസാലദോശയുമായിരുന്നു. സത്യത്തിൽ ഭക്ഷണം കണ്ടതും മിത്രയുടെ വായിൽ വെള്ളമൂറി. ഇന്നലെ ഉച്ചയ്ക്ക് എന്തോ ഒന്ന് കഴിച്ചതാണ്. അതിനുശേഷം പച്ചവെള്ളം കുടിച്ചിട്ടില്ലെന്ന് ഓർത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താനെന്താ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നിട്ട് നീ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് താന്ന് പുറത്തേക്ക് വാ, ഞങ്ങൾക്കൊന്നും തന്നോട് സംസാരിക്കാനുണ്ട്. അതിനും ഇത്ര സൂരജിനെ നോക്കിയാൽ തലയാട്ടിക്കൊണ്ട് വേഗം ഭക്ഷണം കഴിക്കാനിരുന്നു. ആർത്തിയോടെ ദോശ കഴിക്കുന്നവളെ കണ്ട് സൂരജിന് പാവം തോന്നി. ഏകദേശം പകുതിയോളം ഭക്ഷണം കഴിച്ചതും മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ ഇത്രയും ഭാഗം കെട്ടവളായി പോയല്ലോ എൻ്റെ കൃഷ്ണ. ഒരു രാജകുമാരിയെ ജീവിക്കേണ്ട താനിപ്പോൾ ഏതൊരവസ്ഥയിലാണ്. തൻ്റെ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടാവൂ താനിപ്പോൾ അവിടെ ഇല്ല എന്നുള്ള കാര്യം. ഓരോന്ന് ഓർക്കും തോറും മിത്രയുടെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എങ്കിലും കണ്ണീരെല്ലാം തുടച്ചുകൊണ്ട് ബാക്കിയുള്ള ഭക്ഷണം കൂടി കഴിച്ച് അവൾ കൈ കഴുകിയതും മിത്രക്കൽപ്പ ആശ്വാസം തോന്നി. മുഖം തുടച്ചുകൊണ്ട് മിത്ര പുറത്തേക്ക് ഇറങ്ങാൻ വാതിൽ തുറന്നു. രുദ്രൻ അകത്തേക്ക് വന്ന ഒരേ സമയമായിരുന്നു. പെട്ടെന്ന് മുന്നിലാരോ വന്നിരിക്കുന്ന പോലെ തോന്നിയ മിത്ര 2 അടി പുറകോട്ടേക്ക് മാറി. പക്ഷെ ബാലൻസ് തെറ്റി അവൾ വീഴാൻ പോയി. പക്ഷേ വീഴുന്നതിന് തൊട്ടു മുന്നേ തന്നെ 2 ബലിഷ്ഠമായ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. മിത്രയുടെ നഗ്നമായ ഇടുപ്പിൽ രുദ്രന്റെ കൈ പതിഞ്ഞതും ഒരു നിമിഷം മിത്ര വിറച്ചു പോയി. അതെ, ഇന്നലെ ബോധമറിഞ്ഞ് വീഴുമ്പോൾ ആ ഉള്ളം കൈയുടെ ഇളം ചൂട് താൻ അറിഞ്ഞിരുന്നു എന്നവൾ ഒരു ഞെട്ടലോടെ മനസ്സിലാക്കി. കണ്ണുകൾ വലിച്ചുയർന്ന മിത്ര രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയതും ആ സമയം തന്നെയാണ് രുദ്രൻ മിത്രയെ ശ്രദ്ധിക്കുന്നു. മിത്രയെ നേരെ നിർത്തിക്കൊണ്ട് ദേഷ്യം കൊണ്ട് വിറക്കുന്ന മുഖത്തോടെ രുദ്രൻ അവളെ നോക്കുമ്പോൾ
അവൾക്ക് എന്തുകൊണ്ടോ അവന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കാതെ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ അലർച്ചയിൽ അറിയാതെ തന്നെ മിത്ര രുദ്രന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. എത്ര നേരമായി നിന്നെയും കാത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു, നീ എന്തെടുക്കുക ഇവിടെ, ഇങ്ങോട്ട് വേഗം വാ. അത്രയും പറഞ്ഞ് അവൾ ഇരുത്തി നോക്കൊണ്ട് രുദ്രൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സത്യത്തിൽ രുദ്രന്റെ രൂപവും ഭാവവും എല്ലാം കണ്ട് മിത്രയൊന്ന് വിറച്ചുപോയി. ഭയമുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ അവൾ വേഗം സൂരജിന്റെ രുദ്രന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഭയത്തോടെ ഇടം കണ്ണാലെ രുദ്രനെ നോയിക്കൊണ്ട് മിത്ര സൂരജിന്റെ അടുത്തേക്ക് നടന്നു ചെന്നതും ഈ സമയം സൂരജിന് അവളുടെ കളികളെല്ലാം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും അല്പം ഗൗരവത്തോടെ തന്നെ സൂരജ് ചോദിച്ചു, എന്താ കുട്ടി നിന്റെ പേര്? സൂരജ് പേര് ചോദിച്ചിട്ടും മിത്ര ഒന്നും മിണ്ടാൽക്കുന്നുണ്ട്. രുദ്രൻ ആകെ വിറഞ്ഞു കയറി. എന്താടി നിന്റെ നാവറങ്ങിപ്പോയോ? ചോദിച്ചതിന് ഉത്തരം പറയടി മിത്ര. രുദ്രന്റെ അറച്ച അവസാനിക്കുന്നതിന് മുന്നേ തന്നെ മിത്ര സൂരജിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു തന്റെ പേര്. ഇന്നലെ കുട്ടിയെ ഓടിച്ചവര് അവരാരാ? തന്റെ വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? സൂരജ് ചോദിക്കുന്നതിനൊന്നും മിത്രക്ക് മറുപടിയില്ലായിരുന്നു. കാരണം ഇനിയും കൊട്ടാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെന്തായാലും രാകേഷുമായിട്ടുള്ള തന്റെ വിവാഹം നടത്തും. അതുമാത്രമല്ല ഇനിയുള്ള കാലം ആ നരകത്തിൽ തന്നെ തളച്ചിടുകയും ചെയ്യും. എല്ലാം കൂടി ഓർത്തും മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്നോട് കരഞ്ഞു നിൽക്കാനുള്ള പറഞ്ഞ് ഇവൻ ചോദിച്ചുള്ള മറുപടി ആടി. രുദ്രന്റെ അടുത്ത അലർച്ചയിൽ മിത്ര അവനെയും സൂരജിനെയും മാറി മാറി നോക്കി പൊട്ടിക്കരഞ്ഞുപോയി. ഇത് കണ്ട് സൂരജ് ഒരു ദീർഘനിശ്വാസം എടുത്ത് തന്നെ നെറ്റിലായി കൈകൊണ്ടൊന്ന് ഇടിച്ചു. ഇവനെ കൊണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. സൂരജ് രുദ്രന്റെ കൈയും പിടിച്ച് അല്പകലേക്ക് മാറിയുന്നുണ്ട് അവരോട് പറഞ്ഞു, ദയവ് ചെയ്ത് നീ അവിടേക്ക് വരണ്ട. ഞാൻ ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ. നിന്റെ ഓരോ അലർച്ചയിൽ ആ പെണ്ണല്ല ഞാൻ പോലും അറ്റാക്ക് വന്ന് ചത്തു. ഹോ, നിനക്കാണെങ്കിൽ ഒന്നും മയത്തിൽ സംസാരിക്കാൻ പോലും അറിയില്ല. അതൊരു പാവം പെൺകുട്ടിയാ, ഒരു ക്രിമിനലൊന്നല്ല, സാധാരണ ഒരു പെൺകുട്ടി. കണ്ടിട്ട് 20 വയസ്സ് തേച്ചില്ലെന്ന് തോന്നുന്നു. സൂരജ് പറയുന്ന കേട്ടതും രുദ്രൻ തന്നെ മുഖം വീർപ്പിച്ചുകൊണ്ട് ദേഷ്യത്തിൽ സൂരജിനോട് ചോദിച്ചു, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ മുറി പോയിരുന്നു. ഞാൻ ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ. സമയം പോകുന്ന നീ അറിയുന്നുണ്ടോ? തറവാട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടോ? ഇപ്പം തന്നെ ഈ കുട്ടി കാരണമാണ് നമ്മുടെ ടൈം പോകുന്നു. അതുകൊണ്ട് ഇനിയും കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ നമുക്ക് ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൂടാതെ ഇവളെ സുരക്ഷിതമായിട്ട് ഇവിടെ വീട്ടിലെത്തിക്കണം. സൂരജ് അങ്ങനെ പറഞ്ഞു രുദ്രാവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു, വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ് സൂരജ്? ആർ യു മാഡ്? നീ ഒരു പോലീസുകാരനാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു. അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ കുട്ടിയെ ഭദ്രമായി വീട്ടിലെത്തിക്കാൻ പറയും. അല്ലാതെ നമ്മളൊന്നും ഇനി അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുക്കാന്ന് വെച്ചാൽ ഓക്കെ ഞാൻ എന്തായാലും ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ മനസ്സിലാക്കട്ടെ. നീ മുറിയിലേക്ക് പോയിക്കോ. സൂരജ് രുദ്രനോടായി പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ മുറിയിലേക്ക് വന്നു. ഇവളെങ്ങാനും വായ തുറന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ ആ പെണ്ണെ ഇങ്ങോട്ട് വിളിച്ചേക്കണം, മനസ്സിലായല്ലോ? ദൂരെ തങ്ങളെ നോക്കി പേടിച്ചു നിൽക്കുന്ന മിത്രയെന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് രുദ്ര മുറിയിലേക്ക് കയറിപ്പോയി. അവൻ പോകുന്നത് നോക്കിന്ന് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് സൂരജ് പുഞ്ചിരിച്ചുകൊണ്ട് മിത്രയുടെ അടുക്കിലേക്ക് ചെന്നു. ഈ സമയം മിത്ര അറിഞ്ഞില്ല അവളുടെ ജീവിതത്തിന്റെ 2ാം ഘട്ടം അവിടെ തുടങ്ങിയാണെന്ന്. കുട്ടിയൊന്നും പറഞ്ഞില്ല, താൻ തന്റെ പേര് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. സ്ഥലം എവിടെയാണെന്നോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറ. സൂരജ് മിത്രയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് പിന്നെ എനിക്കതിനെ പറയത്ത കാര്യമില്ല. ആകെയുള്ള ഒരു മുത്തച്ഛനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ തളർന്നു കിടക്കുക. ഇന്നലെ എൻ്റെ പുറകെ വന്ന് എൻ്റെ അപ്പച്ചിയുടെ മകനെ ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കുറച്ചായി. അതുകൊണ്ട് തന്നെ അപ്പച്ചി അവരുടെ മകനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഇന്നലെ രാകേഷായിട്ട് എന്നെ ഉപദ്രവിക്കാൻ നോക്കി. മറ്റു വഴികളൊന്നുമില്ലാതെ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ഇതെല്ലാം പറയുമ്പോൾ മിത്ര കരയുന്നുണ്ടായിരുന്നു. നിന്റെ സ്ഥലം എവിടെയാ? ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അവനെ പിടിച്ചകത്തിട്ടാ പിന്നെ തനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. സൂരജ് അങ്ങനെ പറഞ്ഞ മിത്ര സംശയത്തോടെ അവനെ നോക്കി. അവിടെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ സൂരജ് മിത്രയോടായി പറഞ്ഞു, ഞാനൊരു പോലീസ് ഓഫീസറാണ്. സൂരജ് അങ്ങനെ പറഞ്ഞു മിത്രയിൽ പരിഭ്രാന്തി ഉടലെടുത്ത്. ഇനി ഇവരെങ്ങാനും തന്നെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചാൽ കൊട്ടാരത്തിലുള്ളതാണെന്നുള്ള വിവരം അറിയും. അപ്പോൾ പിന്നെ തനിക്കൊരു സാധാരണ പെൺകുട്ടിയെ പോലെ ജീവിക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല, രാകേഷേൻ്റെ സ്വാധീനം വെച്ച് അയാൾ പുഷ്പം പോലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യും. എന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും. പാടില്ല, എങ്ങനെയെങ്കിലും മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. അതൊന്നും ശരിയാവില്ല സർ. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കണ്ട. അയാൾക്ക് രാഷ്ട്രീയപരമായിട്ട് നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല, എന്നിനി ആ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാക്കിയാലും പിറ്റേ ദിവസം തന്നെ അപ്പച്ചി രാകേഷിനായിട്ടുള്ള വിവാഹം നടത്തും. പിന്നീട് എനിക്ക് ആ നരകത്തിൽ നിന്ന് ഒരിക്കലും പുറത്തിറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സൂരജ് മിത്രയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. അതുകൊണ്ട് സാറിന് പറ്റുവാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി, അതുപോലെ താമസിക്കാൻ ഒരു ഷെൽട്ടർ ശരിയാക്കി തരാൻ സാധിക്കുമോ? പ്ലീസ് സാർ, എനിക്കിവിടെ ഇപ്പോൾ സാറിന് മാത്രമേ പരിചയമുള്ളൂ. സാറിന് ഇപ്പം എൻ്റെ മനസ്സിലൊരു ദൈവത്തിൻ്റെ സ്ഥാനമുള്ളത്. എന്നെ രക്ഷിക്കണം സർ, ഞാൻ കാല് പിടിക്കാൻ സാറിൻ്റെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൂരജിൻ്റെ കാല് പിടിക്കാൻ വേണ്ടി താഴ്ന്ന മിത്രയെ അതിനനുവദിക്കാതെ സൂരജ് 2 അടി പുറകോട്ടേക്ക് മാറി നിന്നു. ഏയ്
താനിതെന്തായി ചെയ്യുന്നത്? ഓക്കെ ഓക്കെ, റിലാക്സ്. താനിങ്ങനെ കരയാതെ. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. കരഞ്ഞു നിൽക്കുന്ന മിത്രയെ കണ്ട സൂരജിന് വല്ലാത്ത വേദന തോന്നി. ഇയാളൊരു കാര്യം ചെയ്യും, അവിടെ പോയിരിക്കും, ഞാനിപ്പോൾ വരാം. തന്നെ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് കൈ തുടച്ചുകൊണ്ട് ഒന്ന് മൂളി മിത്ര ആ ഗാർഡനിലെ സ്റ്റോൺ ബെഞ്ചിലായി പോയിരുന്നു. സൂരജ് അകത്തേക്ക് കയറി വരുമ്പോൾ രുദ്രൻ ലാപ്ടോപ്പിൽ എന്തോ നോക്കിയിരിക്കുകയായിരുന്നു. സൂരജിനെ കണ്ടതും രുദ്രൻ ലാപ്ടോപ്പിൽ നിന്ന് തലയുയർത്തി അവനോടായി ചോദിച്ചു, എന്തായി? ആ പെണ്ണെന്തെങ്കിലും പറഞ്ഞോ? എവിടെ അവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് പിന്നെടാ, നമ്മൾ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ കിടപ്പ്. അത് പിന്നെ സൂരജ് രുദ്രനോട് മിത്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും രുദ്രന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. എടാ രുദ്ര, നീ എന്തൊന്നും ഉണ്ടായിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയടാ. സൂരജ് രുദ്രന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. നോക്ക് സൂരജ്, നീ ഒരു പോലീസ് ഓഫീസറാണെന്ന കാര്യമടക്കം മറന്നു പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, വഴിയരികിൽ നിന്ന് ഇതുപോലെ 10,000 പെൺകുട്ടികളെ നമുക്ക് കിട്ടും. എല്ലാവർക്കും ഇതുപോലെ സംരക്ഷണം കൊടുക്കാൻ നമ്മൾ ഭൂമിയിലേക്ക് വന്ന ദൈവങ്ങളൊന്നല്ല. നിനക്കറിയാലോ, നമ്മുടെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഷെൽട്ടറുകൾ രൂപീകരിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ആ പെൺകുട്ടിയെ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഷെൽട്ടറിലാക്ക്. വെറുതെ വയ്യാവരി എടുത്ത് കഴുത്തിൽ തൂക്കണ്ട. രുദ്ര അല്പം ദേഷ്യത്തോടെ തന്നെ സൂരജിനോട് പറഞ്ഞു. എടാ, അത് വേണ്ട. ആ പെൺകുട്ടി കൂടി വന്നാൽ 20 വയസ്സ് കൂടി പ്രായമില്ല, കാണാനും സുന്ദരിയാണ്. നിനക്കറിയാലോ ഇപ്പോഴത്തെ കാലം. എന്തോ എനിക്ക് അവൾ അങ്ങനെ തനിച്ച് വിടാൻ തോന്നില്ല. എന്താടാ, നിനക്ക് അവളോട് പ്രേമാണോ? രുദ്രൻ യാതൊരു മയമില്ലാതെ സൂരജിനോട് ചോദിച്ചു. നീ ഇതെന്തൊക്കെയാടാ പറയുന്നത്? എനിക്ക് അവളെ കണ്ടിട്ട് എൻ്റെ അനിയത്തിയെ പോലെ തോന്നിയത്. അന്നത്തെ ആക്സിഡൻറ്റിൽ എൻ്റെ അച്ഛനമ്മയും അനിയത്തി നഷ്ടപ്പെട്ടതിന് ശേഷമല്ലേടാ ഞാനൊരു അനാഥരായി മാറിയത്. എൻ്റെ കുഞ്ഞിപ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ പ്രായം ഉണ്ടാവും അല്ലേ? വേദനയോടുള്ള സൂരജിൻ്റെ മുഖം കണ്ടതും രുദ്രന് ആകെ വല്ലാതായി. കുഞ്ഞിയുടെ കാര്യം എടുത്തിട്ടും രുദ്രൻ അല്പസമയം മിണ്ടാതെ നിന്നു. രുദ്രൻ ഓർക്കുകയായിരുന്നു, സൂരജിൻ്റെ ചെറുപ്പത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും കൂടി ഒരു തീർത്ഥയാത്രയ്ക്ക് പോയതായിരുന്നു. പനിയായതുകൊണ്ട് അവർ സൂരജിനെ കൂട്ടിയില്ല. തിരികെ തറവാട്ടിലേക്ക് യാത്ര തിരിച്ച് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ടാങ്കർ ലോറിയിലേക്ക് അവരുടെ വാഹനം ഇടിച്ചു കയറി. സൂരജിനെ എന്നേക്കുമായി അവർ തനിച്ചാക്കി ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി. പക്ഷേ എടാ സൂരജ്, കുഞ്ഞ് എവിടെ കിടക്കുന്നു, ഈ പെണ്ണെവിടെ കിടക്കുന്നു? നീ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കൂടി സാധിക്കുന്നില്ല. രുദ്ര പ്ലീസ്, എടാ ഞാൻ ആ കുട്ടിയെ നമ്മുടെ കൂടെ തറവാട്ടിലേക്ക് കൂട്ടട്ടെ. ഞാൻ അവിടെ ലീഗലി കെയർടേക്കർ ആയിക്കോളൂ. പ്ലീസ് ഒന്ന് സമ്മതിക്കും രുദ്ര. തൻ്റെ മുന്നിൽ കേണപേക്ഷിക്കുന്ന തൻ്റെ ആത്മാർത്ഥ സുഹൃത്തും സഹോദരമായ സൂരജിനെ കണ്ടതും രുദ്രനും ആകെ വല്ലാതെയായി. ശരി, ഇനി ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോന്ന് അറിയണം. തൽക്കാലത്തേക്ക് അവളെ ഇപ്പോൾ തറവാട്ടിലേക്ക് കൂട്ടാം. പിന്നീട് നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവളോട് അവളുടെ വീടിൻ്റെ അഡ്രസ്സ് എല്ലാം വാങ്ങണം. എല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ. അവൾ കള്ളവാണ് പറയുന്നത് ഞാൻ അറിഞ്ഞാ പിന്നെ നീ സെൻറ്റിമെൻറ്റ്സ് ഒന്നുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല. വടിച്ചവളെ ഞാൻ ചുമരി തേച്ച് കളയും. ഇല്ലടാ, ആ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയൊരു പാവാണെന്ന്. പിന്നീട് എന്തുകൊണ്ട് രുദ്ര സൂരജിനോടൊന്നും മറുത്തു പറഞ്ഞില്ല. അവൻ വേഗം റെഡിയാവാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറിപ്പോയി. പുറത്ത് അസ്വസ്ഥമായ മനസ്സോടെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്ന മിത്രയുടെ അടുത്തേക്ക് സൂരജ് ചെന്നു. മോളെ, സൂരജിൻ്റെ വിളിയേറ്റവും മിത്ര പതിയവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇപ്പം നീ പറഞ്ഞല്ല ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രുദ്ര എന്നോട് പറഞ്ഞ് നിന്നെ ഏതെങ്കിലും ഷെൽട്ടറിൽ താമസിപ്പിക്കാനാണ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്കിത് വേണ്ടെന്നാണ് തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, നീ ഞങ്ങളുടെ കൂടെ വാ. ഞങ്ങളുടെ തറവാട്ടിലേക്കാണ് പോകുന്നു. അവിടെയുള്ളവർ നീ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അനിയത്തിയാണെന്ന് ഞാൻ പറയും. ലീഗലി ഞാൻ ദത്തെടുത്ത എൻ്റെ അനിയത്തി. ഒരു നിമിഷം ഇത്ര സൂരജിൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി. കാരണം അവൾ ഒറ്റ മകളായതുകൊണ്ട് ഒരു ഏട്ടനോ അനിയത്തിയോ വേണമെന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. രക്തബന്ധമില്ലെങ്കിലും തനിക്കിന്ന് പേരെങ്കിലും ഒരു സഹോദരനുള്ളവർക്ക് അവളുടെ മനസ്സൊന്ന് കുളിർന്നു. എനിക്കാരുമില്ല. അമ്മയും അച്ഛനും അനിയത്തിയെല്ലാം ചെറുപ്പത്തിലൊരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അന്നു മുതൽ ഞാൻ തനിച്ച. എന്തുകൊണ്ടോ നിന്നെ കൈവിട്ടാൽ എനിക്ക് തോന്നുന്നില്ല. നിനക്ക് എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയായി നിൽക്കുന്നില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോളെ? ഇല്ല സാർ, ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സമയം ഇത്രയ്ക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്ന് പോയാൽ മതിയെന്നായിരുന്നു. ഒപ്പം സുരക്ഷിതമായ കൈകളിലാണ് താൻ എത്തിച്ചേർന്നതെന്നവൾ സ്വയം വിശ്വസിച്ചു. സൂരജിനെ കാണുമ്പോൾ നല്ലൊരു മനുഷ്യനാണെന്ന് അവൻ്റെ മുഖത്തു നിന്ന് തന്നെ അവൾ വായിച്ചെടുത്തിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് ആ സമയം അവളുടെ മനസ്സവളോട് പറഞ്ഞ്. ഗുഡ്. പിന്നെ സാറ് നിന്നെ വിളിക്കരുത്, ഏട്ടാന്ന് വിളിച്ചാൽ മതി കേട്ടോ. സൂരജ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിത്ര അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി ഏട്ടാ, എന്നാൽ ഏട്ടൻ്റെ കുട്ടിയോട് വെയിറ്റ് ചെയ്യും. ഞാനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് തറവാട്ടിലേക്ക് പോവാം കേട്ടോ. അവളുടെ കവിളിലായി പതിയെ തട്ടിക്കൊണ്ട് സൂരജ് അകത്തേക്ക് കയറിപ്പോയി. 5 മിനിറ്റ് കഴിഞ്ഞതും പുറത്തേക്ക് ഇറങ്ങി വരുന്ന രുദ്രനെ കണ്ടതും അത്രയും നേരം തെളിഞ്ഞ മുഖത്തോടിരുന്ന മിത്രയുടെ മുഖത്ത് പേടിയെന്ന വികാരം ഉടലെടുത്തു. രുദ്രൻ തൻ്റെ അടുത്തേക്കാണ് നടന്നു വരുന്നത് കണ്ട മിത്ര പതിയെ എഴുന്നേറ്റ് നിന്നു. അവൾക്ക് തൻ്റെ ശരീരം പേടിയാൽ വിറക്കുന്ന പോലെ തോന്നി.
അവന്റെ അലർച്ചയിൽ തന്നെ മിത്ര പേടിച്ചുകൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. നീ പറഞ്ഞു പാടെ വെള്ളം ചേർക്കാതെ വിഴുങ്ങാൻ ഞാൻ പൊട്ടനൊന്നുമല്ല. നിന്നെക്കുറിച്ച് കൂടുതൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നീ പറഞ്ഞില്ലെന്തെങ്കിലും കള്ളുണ്ടെന്ന് പറഞ്ഞാ ഇതുവരെ കണ്ട രുദ്രനായിരിക്കില്ല നീ പിന്നെ കാണുക. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.